അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി, മാരുതി സുസുക്കി ZS. അധികം പോപ്പുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ ഒരു ഫാമിലിക്ക് പറ്റിയൊരു വണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി മേടിച്ചത് 55,000 രൂപയ്ക്കാണ്, പേപ്പർ ഭാഗം ഉൾപ്പെടെ. ഇത് മാരുതി സുസുക്കിയുടെ തന്നെ ട്രൂ വാല്യൂ ഇൻഡസ് ട്രൂ വാല്യൂവിൽ നമ്മുടെ കോന്നിയിലാണ് ഞാനിപ്പോൾ വണ്ടി മേടിച്ചത്. കറക്റ്റ് സ്ഥലം ഓർക്കുന്നത് കോന്നി കുമ്പഴയാന്ന് തോന്നുന്നു. അവിടെ പോയിട്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. 70 രൂപ വില പറഞ്ഞു, വില പേശി സംസാരിച്ച് ലാസ്റ്റ് 55 രൂപയ്ക്ക് ഉറപ്പിച്ചു. അപ്പോൾ ഇതിന് അവർ പറഞ്ഞ കംപ്ലയിൻറ്റ് ഇതിൻ്റെ AC കംപ്ലയിൻ്റ് ആണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് നന്നാക്കണം, പുതിയത് വെക്കണമെങ്കിൽ 10-20 രൂപയാവും. അപ്പോൾ ഞാൻ ആ പുതിയതിൻ്റെ വില 20 രൂപയാവും എന്നുള്ള രീതി സംസാരിച്ച് ഏകദേശം അവർ 70 രൂപ പറഞ്ഞിടത്തു നിന്ന് 55 രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. ഈ വണ്ടി മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ കയ്യിൽ ബഡ്ജറ്റില്ല. എനിക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് രാത്രിയിൽ ആശുപത്രി കേസ് കേട്ട് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പകുതി ഓട്ടക്കാരെ വിളിച്ചാലും വൈകിട്ട് പല 100 എല്ലാവരും വരത്തില്ലെന്നല്ല, ചിലർ ഒരു 80% ആളുകളും വൈകിട്ടത്തെ ഓട്ടം വരത്തില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ വണ്ടി അത്യാവശ്യമാണെന്ന് തോന്നി. ചെറിയ വിലയ്ക്കുള്ള കാർ മേടിക്കാം മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് ചെറിയ കാർ മേടിക്കുക പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ 6.4 അത് 6 അടി 4 ഇഞ്ച് ഹൈറ്റുണ്ട്, അത് 184 സെൻറ്റിമീറ്റർ ഹൈറ്റുണ്ട് കറക്റ്റ്. എനിക്ക് ആൾട്ടോ കാറ്, 800 സെന്ന് തുടങ്ങിയ ചെറിയ കാറുകളിൽ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷേ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ഓടി നോക്കി. പിന്നെ ഉണ്ടായിരുന്ന എൻ്റെ സജഷൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് മനസ്സിലുണ്ടായിരുന്ന വണ്ടി എന്ന് പറയുന്നത് സാൻഡ്രോ, വാഗണാർ. ഈ ഒരു വണ്ടി എൻ്റെ ലിസ്റ്റിലേ ഇല്ല. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നാനോ മേടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നാനോ ചെറിയ വണ്ടിയല്ല, നല്ല വണ്ടിയാണ്. പക്ഷേ നാനോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓയിൽ ചെക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള എന്ത് ചെക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ സീറ്റ് കമത്തിയിട്ട് പുറകിലത്തെ എൻജിൻ റൂം ഈ നട്ട് ബോൾട്ട് പോലെ തുറന്ന് എല്ലാം എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നാനോ വേണ്ടെന്ന് തന്നെ വെച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഫേസ്ബുക്കിൽ കുറേ മാസങ്ങളല്ല, ഒരു വർഷത്തോളം ആയെന്ന് നോക്കാം. അതായത് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയ സമയം തൊട്ടേ വണ്ടി തപ്പല. പക്ഷേ എനിക്ക് അങ്ങനെ വണ്ടി ഒന്നും ബോധ്യപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. കാരണം ചില വണ്ടി പുറമേ കൊള്ളാമെങ്കിൽ ഇൻറ്റീരിയർ കൊള്ളത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അടിപൊളിയായിരിക്കും, പക്ഷേ പേപ്പർ ഒരു 6 മാസമേ കാണത്തുള്ളായിരിക്കും. ഈ വണ്ടിക്ക് എനിക്ക് 2028 ഫസ്റ്റ് വരെ പേപ്പറുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ എനിക്കൊരു 3 വർഷം, അതായത് ഞാനൊരു 50,000 മുടക്കുവാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ 60,000 മുടക്കുവാണെങ്കിലോ എനിക്കൊരു 3 വർഷം സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഒന്നാണ് ഞാൻ അതാണ് നോക്കിയത്. 2, എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റണം. എൻ്റെ ഹൈറ്റ്, കാരണം ഞാൻ മിക്ക വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ക്ലച്ച് കെട്ടുമ്പോഴോ ബ്രേക്ക് കെട്ടുമ്പോഴും സ്റ്റിയറിങ്ങിൽ വന്ന് എൻ്റെ മുട്ടിടിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റണം. ഞാൻ കുറച്ചാൾ ഓട്ടോ ഓടിച്ചിരുന്ന സമയത്ത് എൻ്റെ ഓട്ടോറിക്ഷയായിരുന്നു. ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് പോലും എനിക്ക് സീറ്റ് ബാക്ക് വെട്ടിച്ചേർത്ത് പുറകോട്ട് സീറ്റ് കയറ്റിയിട്ടാണ് ഇരുന്നത്. കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ നേരത്തെ എനിക്ക് ഹാൻഡിൽ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുനിഞ്ഞ് കിടന്നുകൊണ്ടൊക്കെയാണ് കണ്ണാടിക്കകത്തൂടെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഹൈറ്റ് ഉള്ളതുണ്ടായ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഹൈറ്റ് ഉള്ളവർക്ക് എൻ്റെ വീട് ചിലപ്പോൾ ഉപകാരപ്പെടും, എങ്ങനെ എടുക്കാന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാശുണ്ടെങ്കിൽ വാഗണാർ, സാൻഡ്രോയൊക്കെ നല്ല ഓപ്ഷനാണ്. പക്ഷെ പഴയ വാഗണാറിലോട്ട് പോകുമ്പം വാഗണാർ ഫസ്റ്റ് ജനറേഷൻ വാഗണാറിൻ്റെ ഇപ്പോൾ കാലപ്പഴക്കം നമ്മൾ പുതിയ കാലത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ വണ്ടി നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. പക്ഷേ വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളെല്ലാം നമ്മളൊരു വീട്ടിൽ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ 4 ആൾ നല്ലത് പറയണം. നമ്മൾ ഒരു ഫംഗ്ഷൻ ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഒരു വണ്ടിക്ക് അതിൻ്റേതായ ഒരു തോന്നണം. അപ്പോൾ പഴയ വണ്ടി അല്ലെങ്കിൽ നമ്മളൊരു പഴയ വണ്ടി മേടിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു വണ്ടിയും കുറ്റം പറഞ്ഞതല്ല. പക്ഷേ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയി ഒരു കല്യാണ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ വന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാൻ അതുപോലെയാണ് എൻ്റെ ഫാമിലിയെ ഞാൻ നോക്കുന്നതും. ആരും മറ്റുള്ള വണ്ടി കുറച്ച് കാണുന്നതല്ല. പിന്നെയുള്ള സെക്കൻഡ് ജനറേഷൻ വാഗണാർ വരുമ്പോഴത്തേക്കിനും അതിന് ഏകദേശം 80 രൂപ മേളിലാണ് വില വരുന്നത്. പിന്നെ 80 രൂപയ്ക്ക് വണ്ടി എടുത്താലും പേപ്പർ ഭാഗം നോക്കണം. പിന്നെ വണ്ടിയുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മെക്കാനിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ ഒരു 5 രൂപ 6 രൂപ വണ്ടി പണിയാൻ നമ്മുടെ കയ്യിൽ വെക്കണം. വേറെ ഈ തട്ട് കാര്യങ്ങൾ അതൊന്നല്ലേ പറഞ്ഞത്. മിനിമം ഒരു 5,000 രൂപ 6,000 രൂപയുടെ പണി നമ്മുടെ വണ്ടിക്ക് എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് വാഗണാറിൻ്റെ ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടില്ല. എക്സ്റ്റീരിയർ കൊള്ളാം, പക്ഷേ അകത്തോട്ട് നോക്കുമ്പോൾ ആ പഴയ ഒരു ബ്ലാക്ക് തീമൊക്കെ ഒന്ന്, അപ്പോൾ അതും എനിക്ക് പറ്റിയില്ല. നമ്മളെന്തായാലും ഇപ്പം ഇപ്പോൾ ആൾക്കാർ ചോദിക്കും അവൻ്റെ കയ്യിൽ ആ പടം 50,000 ഗുണമേ ഉണ്ട്, അവൻ ഇങ്ങനെയൊക്കെ നോക്കി വണ്ടി എടുക്കാൻ പറ്റും. നമ്മൾ വണ്ടി തപ്പണം. നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി ഇന്ന് പോയി കാശ് കൊടുത്ത് മേടിക്കുകയല്ല ചെയ്യേണ്ടത്. വണ്ടി നമ്മൾ തപ്പി
മനസ്സിന് ഇണങ്ങുന്നത് മേടിക്കുകയുള്ളൂ. കാരണം നമ്മൾ കുറേ നാൾ ഇത് കൊണ്ട് നടക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിന് ഇണങ്ങിയത് ഏതാണോ അപ്പോൾ ഞാൻ അത് മേടിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് സെൻ എസ്റ്റിലോട്ട് ഞാൻ വന്നത്. സാൻഡ്രോ അങ്ങനെ ഞാൻ നോക്കിയില്ല. കാരണം സാൻഡ്രോ ഒരുപാട് സാൻഡ്രോ കണ്ടു. പക്ഷേ ഇതുപോലെ ചില മെക്കാനിക്കുകൾ പറയും സാൻഡ്രോ എടുക്കണ്ട അങ്ങനെ. പക്ഷേ സാൻഡ്രോ നല്ല വണ്ടി, എൻ്റെ കൂട്ടുകാർ യൂസ് ചെയ്ത ആൾക്കാർ പറയും സാൻഡ്രോ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോഴും പക്ഷേ ഈ വണ്ടി ഞാൻ അങ്ങനെ പോയി കണ്ടപ്പോൾ ഈ വണ്ടി എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റീരിയറാണ്. ഒരു ക്രീം കളർ ബ്ലാക്ക് ഒക്കെ വന്നിട്ട് നല്ലൊരു പ്രീമിയം ടച്ച് എസ്റ്റിലോടെ ഇൻറ്റീരിയറിനുണ്ട്. എനിക്ക് കണ്ട വണ്ടികളിലൊക്കെ ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് സാൻഡ്രോയുടെ ഇഷ്ടമായിട്ടില്ലായിരുന്നു, വാഗണാറിൻ്റെ ഇഷ്ടമല്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ 2008 പുറകോട്ടുള്ള വണ്ടികളുടെ കാര്യങ്ങളാണ്. ആരും എന്നെ പഞ്ഞിക്കിടാൻ വരരുത്. പിന്നെ ആൾട്ടോ ഒക്കെ ഒരു ഫാമിലി കാറാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, മനസ്സിലായില്ലേ. ആൾട്ടോ എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഞാൻ മേടിക്കുന്നെങ്കിൽ ആൾട്ടോ മേടിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. പക്ഷേ എനിക്ക് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പുറയിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് ആൾട്ടോയുടെ പ്രശ്നം. ഞാൻ ഈ പറഞ്ഞില്ല എസ്റ്റിലോയുടെ പ്രശ്നം ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഈ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിൻ്റെ ഹെഡ് റൂം ഉണ്ടോ, ഭയങ്കര കംഫോർട്ടാണ് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് നല്ല കംഫോർട്ടാണ്. നല്ല ഒതുങ്ങിയ സ്റ്റീപ്പ്. ഞാൻ ക്ലച്ച് കെട്ടുമ്പോഴാണെങ്കിൽ മുട്ട് കെട്ടത്തില്ല. ബാക്കിയെല്ലാം ഒരു പ്രീമിയം ടച്ച് വരുന്നുണ്ട്. നല്ല വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ക്രീം കളറിൽ ക്രീം ആൻഡ് ബ്ലാക്ക് തീം വരുന്നുണ്ട്. ഒരു സിസ്റ്റം വരുന്നുണ്ട്, AC കൺട്രോൾ വരുന്നുണ്ട്. ഇത് 2 ഡോർ പവർ വിൻഡോ ആണ് വണ്ടി. പവർ വിൻഡോ ആണ് ഈ വണ്ടിക്ക്. പവർ വിൻഡോ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് ഈ വണ്ടിയിൽ. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ 55 രൂപ മുടക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 800 എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആൾട്ടോയിലോട്ടോ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ഇത്രയും ഫീച്ചേഴ്സ് കിട്ടത്തില്ല. അതായത് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കിട്ടില്ല, AC കിട്ടില്ല, പവർ വിൻഡോ കിട്ടില്ല, സെൻട്രൽ ലോക്ക്. എൻ്റെ ഈ വണ്ടിക്ക് സെൻട്രൽ ലോക്കാണ്. സെൻട്രൽ ലോക്ക് ഉൾപ്പെടെ എനിക്ക് 55 രൂപയ്ക്ക് കിട്ടി. ഞാൻ അങ്ങനെ ഒരു വർഷത്തോളം നോക്കി നടന്നിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളും എടുത്ത് പിടിച്ച് വണ്ടി എടുക്കരുത്. നമ്മൾ നോക്കുക, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുക, നമ്മൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ നോക്കുക. അങ്ങനെ നോക്കി മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. ഒരു വർഷമായിട്ട് ഞാൻ വണ്ടി തപ്പിക്കൊണ്ടിരിക്കുന്നതിന് എൻ്റെ വീട്ടുകാരും എൻ്റെ ഭാര്യയെല്ലാം ഭയങ്കര കളിയാക്കലാണ്. ഇയാൾ നോക്കി കുഞ്ഞ് വലുതാകുമ്പോഴെങ്കിലും ഒരു വണ്ടി കിട്ടുമെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു കാര്യം നോക്കി മേടിക്കുമ്പോൾ അതിൻ്റെ അടിമുടി നോക്കിയേ മേടിക്കാവുള്ളൂ. പിന്നെ വേറെ കാര്യങ്ങളെ പറയാം. ഈ വണ്ടിയുടെ ഓണർഷിപ്പ്, ഇത് 4+ ഓണർഷിപ്പ് ആയ വണ്ടിയാണ്. ഇപ്പം എല്ലാവരും പറയും സിംഗിൾ ഓണർ വണ്ടി നോക്കണം, അല്ലെങ്കിൽ 2 ഓണർ വണ്ടി നോക്കണം. അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കില്ല ഈ വണ്ടി ഞാൻ വിറ്റ് കഴിയുമ്പോൾ അടുത്ത മേടിക്കുന്നത്. അപ്പോൾ അവൻ എന്നെക്കാളും ബെറ്ററായിട്ട് നോക്കിയിരിക്കും. അപ്പോൾ നമുക്കൊരു വണ്ടി അപ്പോൾ വണ്ടിയുടെ ഓണർഷിപ്പിലല്ല, വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴും വണ്ടിയുടെ ക്വാളിറ്റി നോക്കുമ്പോഴും അതിൽ ഓണർഷിപ്പുമായിട്ട് ആരും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു ഓട്ടോമൊബൈൽ മേഖലയിൽ നിന്ന് വരുന്ന ആളാണ്. ഞാൻ ടൊയോട്ടയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വണ്ടിയുടെ ബോഡി ടെക്നീഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല, പക്ഷേ ബോഡി പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓണർഷിപ്പ് നമ്മളൊരു വണ്ടി എടുക്കുന്നതിൽ അധികം നോക്കേണ്ട ആവശ്യം ഞാൻ നോക്കിയില്ല. ഞാൻ നോക്കിയത് വണ്ടിയുടെ ക്വാളിറ്റിയാണ് നോക്കി, എത്ര ഓണർഷിപ്പ് ആണെന്നുള്ള ഇത് നോക്കിയില്ല. നമുക്ക് വേണമെങ്കിൽ വില പേശാൻ പറ്റും, ഇത്ര ഓണർഷിപ്പ് ഉള്ള ആളാണ്, വേണമെങ്കിൽ വില കുറയ്ക്കാനൊക്കെ പറയാൻ പറ്റും. കാരണം ഇപ്പം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണെങ്കിൽ അയാൾ വൃത്തിക്ക് നോക്കിയില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നല്ലോണം നോക്കി രണ്ടാമത്തെ വണ്ടി ഓടിച്ച് നശിപ്പിച്ചിട്ടാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതും കാര്യമില്ല. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് റോ, ഇത് ഫ്രണ്ട് റോയിൽ അടിപൊളിയാണ്. സെക്കൻഡ് റോയിൽ ഞാൻ സീറ്റ് ഇട്ട് കഴിഞ്ഞാലും കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ കംഫോർട്ടായിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചാരി ഇരിക്കാൻ വേണ്ടി സീറ്റ് പുറത്ത് ഇറക്കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ അതേ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് പുറകിലിരിക്കാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്, കാണിച്ചു ഇങ്ങോട്ട് വന്ന്. ഇതുണ്ടോ വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഈ വിലക്കുണ്ട്. ഇപ്പം മേടിക്കുന്ന പുതിയ വണ്ടികളിൽ പോലും, ഇപ്പോൾ നമ്മളൊരു പുതിയ ആൾട്ടോ മേടിച്ചാൽ പോലും ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല. ഇതിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഉണ്ട്. പുറകിൽ പവർ വിൻഡോ അല്ല, മാനുവലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇതിന്റെ ഡിക്കി സ്പേസ് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഡിക്കി സ്പേസ്. ഇതിന്റെ ഡിക്കി സ്പേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ വണ്ടി സൂട്ടബിൾ ആണ്. AC ഒക്കെ ഇട്ട് പോകാം, മാനുവലി പോകാം. ഈ സീറ്റ് അങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ സീറ്റ് മുന്നോട്ട് കയറ്റി കഴിഞ്ഞാൽ സീറ്റ് അങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഒമിനിയിൽ കയറുന്ന രീതിയിൽ അത്രയും സാധനങ്ങൾ ഈ വണ്ടിക്കകത്ത് കയറും. അത്രയും രീതിയിൽ ഇതിൻ്റെ ഡിക്കി സ്പേസ് ഉണ്ട്. ഇത് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം. പിന്നെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അലോയാണ്. നാളെ ഒരിക്കൽ ഈ വണ്ടി എനിക്ക് വിൽക്കണം തോന്നിയാലും ഞാൻ ഈ 4 അലോയ് ഊരി വിറ്റാലും എനിക്ക് ഈ വണ്ടി മേടിച്ചതിൻ്റെ പകുതി പൈസ എനിക്ക് കിട്ടും. അലോയ് വീലാണ് ഈ വണ്ടിക്ക്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ചെറിയ രീതിയിൽ ഞാൻ പറയാം എന്തുകൊണ്ട് ഞാൻ ഈ വണ്ടി മേടിച്ചു. അതായത് ഒരു 6 അടി ഹൈറ്റിൽ മേളിൽ പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ വണ്ടി അയാൾക്ക് പറ്റും. പിന്നെ വേറെ കാര്യമുണ്ട്, മൈലേജ് 14 കിലോമീറ്റർ മൈലേജ് AC-യിൽ എനിക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും എനിക്കിത് കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ, അത് 1.1 ലിറ്റർ പഴയ വാഗണാറിൻ്റെ സെയിം എഞ്ചിനാണ് ഈ വണ്ടിക്കകത്തിരിക്കുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പോഴത്തെ വണ്ടി 3 സിലിണ്ടറാണ്, അതുകൊണ്ട് അതിനകത്ത് പവറേ ഉള്ളൂ, പക്ഷേ മൈലേജ് ഉണ്ട്. പക്ഷേ ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്, നല്ല പവറുള്ള വണ്ടിയാണ്. പക്ഷേ സെന്നുമായിട്ട് യാതൊരു ബന്ധവും ഈ വണ്ടിക്കില്ല. പേരിൽ മാത്രമേ സെൻ എന്നുള്ള പേരുള്ളൂ. ഈ വണ്ടിക്ക് സെന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ വാഗണാർ പോയിട്ട് ബന്ധമുണ്ട്. വാഗണാറിൻ്റെ അതേ പവറാണ്, അതേ ഹൈറ്റുണ്ട് കാര്യങ്ങൾ. പക്ഷേ അടിപൊളി വണ്ടിയാണ്. മൈലേജൊക്കെ എനിക്ക് 14 മതി. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ നോക്കിയ ആളാണ് വണ്ടി എടുക്കാൻ നേരത്ത്. അപ്പം എനിക്ക് ഇരിക്കണം, ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് പുറകെ ഇരിക്കണം, അങ്ങനെയൊക്കെ നോക്കി. അപ്പം സ്വാഭാവികമായിട്ടും മൈലേജ് കുറേ എന്നുള്ള കാര്യം എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പുത്തൻ വണ്ടി എടുക്കണം. പുത്തൻ വണ്ടി എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഇനി ഞാൻ ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു, അടുത്ത വീഡിയോക്ക് പറഞ്ഞു. അത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വട്ടം പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പം വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ വണ്ടി ഒരു 6 അടി ഹൈറ്റുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ചെറിയൊരാൾക്കോ കംഫർട്ടായിട്ട് എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ലോ ബഡ്ജറ്റ് ഇപ്പോൾ AC ഉള്ള, ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഞാൻ പറഞ്ഞായിരുന്നു AC-യുടെ കംപ്ലയിൻ്റ് ഉണ്ട്. ആ AC ഞാൻ ഓൾറെഡി നന്നാക്കി. AC നന്നാക്കിയതിനെ പറ്റിയും ഞാൻ പിന്നെ പറഞ്ഞുതരാം. AC ഉള്ള വണ്ടിയാണെങ്കിൽ പോലും 4 ഡോർ പവർ വിൻഡോ അല്ലെങ്കിൽ 2 ഡോർ പവർ വിൻഡോ, ഈ AC 2 ഇയർ 3 ഇയർ പേപ്പറുള്ള വണ്ടി ഒരു 75 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്താലും നഷ്ടമൊന്നുമില്ല ഈ വണ്ടി. കാരണം നല്ല യാത്രാസുഖം വെച്ചാൽ ഈ ഒരു വിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു 800 എടുക്കുന്ന പൈസയ്ക്കോ അല്ലെങ്കിൽ ഒരു ആൾട്ടോ എടുക്കേണ്ട പൈസയ്ക്കോ ഈ വണ്ടി എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓടിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഇനി ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം.